ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഈ ഷോർട്സ് തന്നെ ചെയ്യണത്. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യണേണ്. അത് ഇപ്പം ഞാനൊന്ന് തീരുമാനിച്ച് അങ്ങോട്ട് ചെയ്യണേണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചെമ്മീൻ വാങ്ങിച്ചതുണ്ടായി. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്. അതൊരു ബിരിയാണി ആക്കിയാലോ എന്നോർത്ത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനായിട്ടൊന്നും നിന്നില്ല. ഉള്ളതൊക്കെ വെച്ചൊരു ചെമ്മീൻ ഫ്രൈ, എന്നാലും നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ അല്ല, ചെമ്മീൻ ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണും. അപ്പോൾ ഞാൻ ഈ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ സവാള വഴറ്റിയെടുക്കണത്. ഒരു 4 സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതിന് മുമ്പായിട്ട് ഞാൻ ബിരിയാണിയുടെ മുകളിലൊക്കെ ഒന്ന് വിതറാനായിട്ട് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. എല്ലാം കൂടി കാണിച്ചിനി വീഡിയോ അങ്ങോട്ട് ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യമുള്ളത് മാത്രം അങ്ങനെ കാണിക്കണേണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഓരോ പണികൾ ഞാൻ ചെയ്യണ്ട കേട്ടോ. മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയും അതും അതിൻ്റെ ഒപ്പമൊക്കെ ശരിയാക്കേണ്ട, അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല. ഒറ്റയ്ക്ക് ചെയ്യണോണ്ട് വീഡിയോയും കുക്കിങ്ങും കൂടി രണ്ടും കൂടി മാനേജ് ചെയ്യണോണ്ട് എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോവാതെ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ സവാള വഴറ്റിയതൊന്നും ഞാൻ കംപ്ലീറ്റ് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് സവാള വഴന്ന് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒന്നുകൂടിയും ഫ്രൈ ആവണ പോലെ കുറച്ചുകൂടിയും ഗോൾഡൻ കളറായി വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ടൈമിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആവുകയാണെങ്കിൽ അതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ മറ്റേ മല്ലിയില വളരെ കുറച്ചുള്ളൂ. അത് ഇവിടെ ഫ്രിഡ്ജിലിരുന്നതാണ്, ഉണങ്ങി തുടങ്ങിയായിരുന്നു. എന്നാലും അത് കുഴപ്പമില്ല, അതിൻ്റേതായ ചെറിയ ഫ്ലേവർ അതിൻ്റെയും കിട്ടട്ടെ. പിന്നെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതാണ് കേട്ടത്. ഇനി ഇത് ഈ സ്റ്റീലിൻ്റെ കലത്തിൽ ഞാൻ വെള്ളം വച്ചേക്കണത് ഈ ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് ചൂടായിരിക്കണേണ്. അപ്പോൾ ഇതാകുമ്പോഴേക്കും ഇതങ്ങോട്ട് മസാലയാക്കി മാറ്റി വെച്ചിട്ട് അപ്പോഴേക്കും നമുക്ക് ആ ചോറും കൂടി റെഡിയാക്കാമല്ലോ. അതിന് വേണ്ടിയാണ് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണത്. നമ്മളെല്ലാം കൊണ്ടൊന്ന് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു അരമണിക്കൂർ മതിയാകും കേട്ടോ. ഈ സവാളയൊക്കെ വഴന്നു തന്നെ സമയം കൊണ്ട് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ അത്രയൊക്കെ വരുള്ളൂ ഒരു ബിരിയാണി. ഈ സവാള വഴന്നു തന്നെ സമയമാണ് നമുക്ക് ഇത്തിരി കൂടുതലായിട്ട് വേണ്ടത്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതൽ എടുക്കണം, എന്നാലാണ് നമുക്ക് ബിരിയാണിയിലേക്ക് ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഈ മസാലയുടെ മാത്രം പോരല്ല, നമ്മൾ ആ ചോറ് എത്രയുണ്ട് അതും കൂടി ഉദ്ദേശിച്ചിട്ട് വേണം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ചുകൂടി കൂടുതൽ എടുക്കാനായിട്ട്. അപ്പോൾ എന്നാലാണ് മൊത്തത്തിൽ ആ ചോറിലേക്കൊക്കെ ആ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറത്തുള്ള വശമൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അവിടെ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരുവിധമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതിലേക്ക് ചേർക്കാനുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഞാൻ ഷോർട്സ് തന്നെ ചെയ്യണം. എനിക്ക് ഒന്നാമത്തെ വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് കൂടുതലും ഷോർട്സ് ചെയ്യണത്. ഇത് ഞാൻ വീട്ടിൽ ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം കേട്ടോ. അത് അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടും.
ഇപ്പം നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല ചേർക്കാം. ഞാനിതിലാകെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ. വേറെ ഒരു പൊടികളും ഞാൻ ബിരിയാണിയിൽ ചേർക്കാറില്ല. മുളക് പൊടി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ഒപ്പം നേരത്തെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. അതിന് മുമ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി നമുക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെ വഴന്നാൽ മതി. മസാലയൊക്കെ നമ്മൾ വറുത്തിട്ട് തന്നെയാണല്ലോ പൊടിച്ച് വെക്കണം. ഇനി അതിന് പ്രത്യേകിച്ച് ഇനി അതൊക്കെ ഇട്ട് വറുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിക്കണം. ഒരു ചെറിയൊരു തക്കാളിക്ക് പുളി ഉണ്ടെങ്കിലും കുറച്ചുകൂടി തൈരും കൂടി ഒഴിച്ചാലാണ് നമുക്ക് ആ ബിരിയാണിക്ക് ആ ഉപ്പും പുളിയും എല്ലാം കൂടി, ചെറിയൊരു പുളിയും കൂടി ഉണ്ടല്ലോ ബിരിയാണിക്ക്, അതെല്ലാം ഒരു കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിക്കണം. ഇനി ഇത്രയൊക്കെ മതി. നമുക്കിനി ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കണത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അല്പം നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. നെയ്യൊക്കെ കഴിക്കണം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കൊളസ്ട്രോൾ അങ്ങനെ കൂടുമെന്നുള്ള അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. നെയ്യൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മൾ ആവശ്യത്തിന് അത്യാവശ്യത്തിനൊക്കെ കഴിക്കാം. ഒത്തിരി അളവ് കൂട്ടാതിരുന്നാൽ മതി. ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴാണ് ബിരിയാണിയൊക്കെ വെക്കണം, അങ്ങനെയുള്ള ടൈമിലൊക്കെ നല്ല രീതിയിൽ തന്നെ ചേർത്ത് ഉണ്ടാക്കുക. എന്നാലാണ് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങനെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിനി ചോറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ പൊടിക്കാത്ത ഗരം മസാല ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഏലക്കയും പട്ട ഉണ്ടായില്ല എൻ്റെ കയ്യിൽ, ഗ്രാമ്പും മറ്റേ സ്റ്റാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് തിളച്ച് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ട കേട്ടോ. അത് നമ്മുടെ റൈസൊക്കെ കുറച്ച് മോയ്സ്ചറായിട്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോൾ ഇതാണ് അരി, ചെറിയ അരിയാണ് കേട്ടോ, വലിയ അരിയല്ല. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി അതിലേക്ക് ഇടണം. ഈ അരി ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ, ഒരു 7 മിനിറ്റൊക്കെ മതിയാകും ഇത് വേകാനായിട്ട്. അപ്പം ഇനി ഉള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചൊക്കെ വെക്കുക. തപ്പി നടക്കാനൊന്നും ഇനി ചോറൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ടൈം ഉണ്ടാവില്ല. ചോറൊക്കെ വെന്ത് ഊറ്റിക്കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഇതിലേക്ക് ചേർക്കണം, അല്ലെങ്കിൽ ചോറ് ഇരുന്ന് ഡ്രൈ ആയിപ്പോവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ഞാൻ ഒന്നുകൂടിയും ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാനുള്ള ടൈം ഉണ്ടല്ലോ, ചോറ് അവിടെ നിന്ന് വേകുമ്പോഴേക്കും നമുക്കതൊക്കെ ചേർക്കാം. അപ്പോൾ ഇത്തിരി തൈരും ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടായി, ഞാൻ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങടൊക്കെയോ ക്യാമറ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി തൈരും ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോറൊക്കെ ഇപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ മൂടി വെച്ചിട്ട് ഇനി അടുത്ത് നമുക്ക് ചോറ് ഊറ്റാനുള്ള പണിയൊക്കെ നോക്കാം.
ഇത് ഞാൻ ഇനി അടുത്ത പണിക്കുള്ള പണികളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയത്. ഞാനിപ്പോൾ ഇനി മറ്റേ സാലഡ് ഉണ്ടാക്കാനായിട്ടുള്ള സവാള നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചോറ് അടുപ്പത്തിരുന്ന് വേകുമ്പോഴേക്കും ഞാൻ അടുത്ത പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു 2-3 സവാളയും കൂടി ഞാൻ അരിഞ്ഞെടുത്ത്, അപ്പോൾ ചോറും ഈ സാലഡുകൾ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് റെഡി ആയിക്കോളും. അല്ലാതെ പിന്നെ ചോറ് റെഡിയാക്കിയിട്ട് പിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണ്ട. നമുക്ക് അത്ര നേരം ഓരോ പണികൾ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തടുത്ത പണികൾ ഒതുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പണികൾ വേഗം തീർന്നു കിട്ടും. അപ്പോൾ അതൊന്നൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് അത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി കട്ടിയിലാണ് അരിയണം. ഒന്ന് സ്ക്വയറായിട്ടൊക്കെയാണ് ഞാൻ അരിഞ്ഞെടുക്കണേ കേട്ടോ. ഞാൻ സാധാരണ സാലഡിന് ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കാറ്. ഒന്ന് ഇത്തിരി സ്ക്വയറായിട്ടൊക്കെയാണ് അരിഞ്ഞെടുക്കാറ് കേട്ടോ. എനിക്കിത് ഇങ്ങനെ വീഡിയോ കൂടി കാണുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ, കൈ മുറിയോ എന്നുള്ളത്. വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഞാൻ ചെയ്യണത്. എനിക്ക് വളരെ ചെറിയ രീതിയിലാണെങ്കിലും കയ്യിലേക്കൊക്കെ ഇങ്ങനെ മുറിവൊക്കെ വന്നാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വളരെ ശ്രദ്ധിച്ച് ഞാൻ ചെയ്യണം. ഇനി ഇതിനായിട്ട് മറ്റേ വിരലിലിടണ ആ ഉറ ഇനി എടുത്തിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും റെഡിയായത്. ഒരു പച്ചമുളകും കൂടി എടുത്തിട്ട് അതും കൂടി അരിഞ്ഞ് നമുക്കിനി സാലഡ് റെഡിയാക്കാം. അപ്പോഴേക്കും ചോറ് അവിടെ നിന്ന് വേഗം കേട്ടോ. ചോറ് വേവുമ്പോഴേക്കും നമുക്ക് സാലഡും റെഡിയാവും. അപ്പം ഞാൻ എന്ത് ശ്രദ്ധയിലാണ്, ഒത്തിരി ഞാൻ ഉപ്പ് വാരിയിട്ട് ഇതിലേക്ക്. പിന്നെ അവിടെ ഇരുന്ന തൈര് മൊത്തം ഒഴിക്കേണ്ട വന്നു. ഭാഗ്യത്തിന് തൈര് കംപ്ലീറ്റ് തീർന്നപ്പോഴേക്കും ഉപ്പിൻ്റെയൊക്കെ കറക്റ്റായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ചു പോയി പെട്ടെന്ന്. ഇതിന് മാത്രം ഉപ്പ് ഞാൻ വാരിയിട്ടോന്ന് ഞാൻ ഓർത്തുപോയി. ആ തൈര് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചപ്പോൾ ഇതിലേക്ക്, അപ്പോഴാണ് ഉപ്പ് കറക്റ്റായത്. അങ്ങനെ നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ പാത്രം നിറഞ്ഞ് അത് ഇളക്കാൻ പോലും എനിക്ക് പറ്റണില്ല, തൈര് അങ്ങോട്ട് നിറഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് വേവിച്ച് ഊറ്റിയ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേറെ അധികം പണിയൊന്നുമില്ല. നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ആ ചോറും കൂടി ഇട്ടാൽ ബിരിയാണി റെഡിയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ചാനലൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഇനി ചോറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം നെയ്യും കൂടിയും ചേർത്ത്, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയൊക്കെ ചേർത്ത് അതൊന്ന് ഭംഗിയാക്കി എടുക്കുക. ഇത് മറ്റേ ഇതാണ് പൈനാപ്പിൾ എസൻസ്. സാധാരണ ബിരിയാണിയിൽ പൈനാപ്പിൾ കുറച്ച് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ അതിൻ്റെ കിട്ടും. അതില്ലാത്തവർ ഇത് ചെയ്യാം. അപ്പം ഒരു സ്മെല്ലും നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ആവാൻ വേണ്ടി, അല്ലെങ്കിലും ഉണ്ടാവും, എന്നാലും ഇത് കുറച്ചുകൂടി ഒന്ന് ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ഒന്ന് നിറഞ്ഞ് നിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അറിയില്ലല്ലോ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കണ കാര്യം. പുള്ളി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ പുള്ളി ഒന്ന് ഹാപ്പി ആവട്ടെ വന്ന് കയറുമ്പോൾ തന്നെ. അപ്പോൾ അതേ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബിരിയാണിയുടെ പണികൾ കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബിരിയാണിയുടെ പണി. കുറച്ച് ലാഗായി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ, കുറേ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ വരുമല്ലോ. അപ്പോൾ നിങ്ങളും എന്നെ ഒന്ന് ക്ഷമിച്ചിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇനി ഞാൻ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാം.
അപ്പോൾ ഞാൻ ഇക്കാക്ക് ചോറ് വിളമ്പാൻ കേട്ടോ, ചോറല്ല ബിരിയാണി വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മക്കളും വന്നിരിപ്പുണ്ടായി, ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ അവർ എണീറ്റ് ഓടി, ഞങ്ങളൊന്ന് ഇതിൽ ചേർക്കല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വിളമ്പണം. പുള്ളിക്ക് അങ്ങനെ വീഡിയോയുടെ ഫ്രണ്ടിൽ നിൽക്കണേന് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് സാലഡും അതിൻ്റെ സൈഡിൽ ഇത്തിരി അച്ചാറൊക്കെ വെച്ച് ഭംഗിയാക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇക്കാനോട് ചോദിക്കേണ്ട അഭിപ്രായം പറയാൻ, ഫസ്റ്റ് തന്നെ ചോദിക്കണം. അപ്പോൾ ഇക്ക പറയണ്ട ആദ്യം ഒന്ന് ഞാൻ കഴിക്കട്ടെ എന്നിട്ട് പറയാമെന്ന്. പുള്ളിയുടെ അടിപൊളി തന്നെയാണ് ബിരിയാണി. എന്തായാലും